ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ നല്ല വെള്ളം ആയിട്ട് നിൽക്കുന്നുണ്ട്. പുലർച്ചെ നല്ല ഇടി മഴയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തോർന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ കാണുന്നത്. ചെറുതായിട്ടാണ് ഇപ്പോൾ ചാറുന്നുള്ളൂ. ഈ മഴയും കാര്യങ്ങളൊക്കെ കണ്ടാൽ വിചാരിക്കും ഇന്ന് ഫുള്ള് മഴയായിരിക്കുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ ഒരു ചാറ്റൽ മഴ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നോർമലി വെയിലൊക്കെ ഉദിച്ച് നല്ല വെളിച്ചം തെളിച്ചൊക്കെ ആയിരുന്നു. മഴക്കാലത്ത് മാത്രം നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ അത്. അങ്ങനെ രാവിലെ മഴയൊക്കെ ചെറുതായിട്ട് ചെറിയ മഴ ആസ്വദിക്കാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി ഗാർഡനൊക്കെ ഒന്ന് മൊത്തത്തിലൊക്കെ നോക്കി ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കുന്നത്. മഴ അങ്ങനെ ആസ്വദിച്ച് നിന്ന് നമ്മളുടെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് പോയിട്ട് ആസിഫിനുള്ളത് സെറ്റാക്കി വിടണം. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ടൈമിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. മഴ അവിടെ പെയ്യട്ടെ, നമുക്ക് നമ്മളുടെ പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ആസ്വദിക്കാനുള്ള ടൈമില്ല. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഈ വർഷം മഴയും വെയിലും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ഒരു ദിവസം മഴ ആണെങ്കിൽ ഒരു ദിവസം വെയിലും, ഒരു ദിവസം മഴ ആണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ്. പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പണികൾ തുടങ്ങുമ്പോഴാണ് ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ളതൊന്ന് വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആസിഫിന് കൊണ്ടുപോകാനുള്ള ഉപ്പേരി അങ്ങനത്തെ ഉണ്ടാക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അതുവേണ്ടി ഇഡ്ഡലി തട്ടൊക്കെ സെറ്റാക്കി വെക്കണം. ഇവിടെ കൂടുതലും നൂൽപുട്ടിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ അതിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കറികൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മാത്രം ഉണ്ടെങ്കിൽ കൂട്ടും മാത്രം, അല്ലാണ്ട് നൂൽപുട്ടിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാറില്ല. പാല് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കാറ്. നൂൽപുട്ടിൽ ഏറ്റവും ഭാഗം ഇതാണ് കേട്ടോ. ഇതൊന്ന് തിരിച്ച് ലെവലാക്കി എടുക്കുന്നത് ഫുൾ എഫോർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് അത് ലെവലാക്കി സെറ്റാക്കി ഇഡ്ഡലി തട്ടിലാക്കിയിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ ഇഡ്ഡലി തട്ടിൽ വെക്കണതിന് അതിൻ്റെ ടൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് തോന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം കേട്ടോ. അതവിടെ റെഡി ആവട്ടെ. അത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ല, നൂൽപുട്ട് ഉണ്ടാക്കി ലാസ്റ്റ് കുറച്ച് മാവ് അതിലിരിപ്പുണ്ടാവുമല്ലോ. എങ്ങനെ ആയാലും കുറച്ച് മാവ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ ഒരു മാവ് എടുത്തിട്ട് ജസ്റ്റ് വെറും 4 പത്തിരി ഉണ്ടാവും. 4 പത്തിരിക്കുള്ള മാവ് അതിലുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു ഇതെടുത്തിട്ട് പത്തിരി ചുട്ടെടുത്താണ് കേട്ടോ. അങ്ങനെയാണ് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ഇത് മുരിങ്ങയിലയുടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തോരനാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കത് തോരൻ വെക്കാം. അപ്പോൾ അതിലേക്ക് ഉള്ളി നമുക്ക് സ്ലൈസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പുതിയ ഒരു കട്ടർ മേടിച്ചതാണ്, ഒന്ന് പ്രസ് ചെയ്യുന്ന ടൈപ്പ്. ഇത് ഞാൻ കുറച്ച് മേടിക്കാൻ ഈ ടൈപ്പ് ഇവിടെ ഉള്ളത് വലിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അത് നാശമായപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ് മേടിച്ചത്. കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് മറ്റേ കേബേജും അല്ലാതും ഇങ്ങനെ അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറേ ആയി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു ചെറിയ മിനി ലഞ്ച് ബോക്സാണ് കേട്ടോ റെഡിയാക്കുന്നത്. ചോറും അച്ചാറും ഉപ്പേരിയും പിന്നെ ചെറിയൊരു മുട്ട പൊരിച്ചതും പിന്നെ കറി സെപ്പറേറ്റ് ഇതിലാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആസിഫിനൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇതാ പോവാണ് കേട്ടോ. ഞാൻ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കണം, വ്ളോഗ് എടുക്കണതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിലെത്തി അതിൻ്റേതായ വർക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ശരിക്കും വിട്ടുപോയി വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഷോപ്പ് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഓർമ്മ വന്നപ്പോൾ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മറ്റാൾ ഒക്കെ തിരിച്ച് വരുമ്പോൾ മേടിച്ചതാണ് കേട്ടോ ഒരു ബർഗർ. കുറേ കാലമായിട്ട് ഇങ്ങനെ നല്ല അടിപൊളി ബർഗർ കഴിച്ചിട്ട് ഇത് ഞങ്ങൾ പാങ്ങി തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ബർഗറിൻ്റെ സ്പെഷ്യലുള്ളൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എന്നാൽ ഞാനത് ആസ്വദിച്ചൊന്ന് കഴിക്കട്ടെ. ഇതാണ് കേട്ടോ ബർഗർ, നല്ല അടിപൊളി ബർഗറായിരുന്നു.
ബർഗറും ലൈറ്റായിട്ടൊരു ചായയും കുടിച്ചിട്ട് നമുക്ക് ഒരു പാർസൽ അൺബോക്സ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഷോപ്പിലേക്ക് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്ത് ഡാമേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.